ഞാൻ പറവൂരിൽ ഒരു പൊതുയോഗത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. കോൺഗ്രസിലുള്ളപ്പോൾ അടുപ്പിക്കില്ലായിരുന്നു, അതാണ് സത്യം. കോൺഗ്രസിലുള്ളപ്പോൾ അടുപ്പിക്കില്ലായിരുന്നു. കാരണം എന്താ? പുകഴ്ത്തി പറയുന്നവരെ വേണ്ടു, ചോദ്യം ചോദിക്കുന്നവരെ വേണ്ട, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വേണ്ട. അപ്പൊ നമ്മളൊക്കെ ആ ജനസിൽ പെടുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും തെറ്റുകൾ തെറ്റുകളാണെന്ന് പറയാനും ശരികളിലേക്ക് തിരുത്തലുകൾ വേണമെന്ന് പറയാനും ഒക്കെ ശീലിച്ചതാണ് എന്റെ ഒരു രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് പറവൂരിൽ ആദ്യമായി പ്രസംഗിക്കാൻ വന്നത് എന്നെ വരുത്തിയതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ആൾക്ക്, നേതാവ് എന്നുള്ള വാക്യത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്, പ്രതിപക്ഷ ആൾക്ക് ഞാൻ എന്റെ നല്ല നമസ്കാരം നേരെയാണ്. 28 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, അവൻ വരും, എന്റെ ചാത്തന്മാർ അവനെ ഇവിടെ കൊണ്ടുവരും. സിനിമ ഏതാ? 6-ാം തമ്പുരാൻ എന്നാണ്. കൊളപ്പുള്ളി അപ്പൻ എന്ന് പറയുന്ന നരേന്ദ്രപ്രസാദ് അവതരിപ്പിച്ച കഥാപാത്രം പറയുന്നുണ്ട്, മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ആ നായക സ്ഥാനത്തുള്ള കഥാപാത്രം ആ കൊളപ്പുള്ളിയിലേക്ക് വരും എന്നുള്ളത്, കൊണ്ടുവരുന്നത് ചാത്തന്മാരായിരിക്കും എന്ന് ദീർഘദൃഷ്ടിയോടുകൂടി തന്നെ അന്ന് പറഞ്ഞു വെച്ചതുപോലെ ഈ പറവൂരിന്റെ കൊളപ്പുള്ളി അപ്പനായിട്ടുള്ള വി ഡി സതീശന്റെ കുട്ടിച്ചാത്തന്മാരായിട്ടുള്ള ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും കാരണം ഡോക്ടർ സരിൻ പറവൂരിൽ വന്നു. അത് ഇത്രയും നേരത്തെയാക്കി തന്നതിനും പറവൂരിലെ മുഴുവൻ ജനങ്ങൾക്കും കൊളപ്പുള്ളി അപ്പന്റെയും സുഭദ്രയുടെയും പിന്നെ ആ മൂന്നാമത്തെ അമ്മാവന്റെയും ആ ട്രസ്റ്റിനെ പറ്റിയൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിനുമൊക്കെ ഈ നാട് എന്നെന്നും കടപ്പെട്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ആ കുട്ടിച്ചാത്തന്മാരെ പറ്റി, അതിന്റെ ഉപാസകനെ പറ്റി പറവൂർ അറിയണം. അതറിയാനും അറിയിക്കാനും ചില ചോദ്യങ്ങൾ പറവൂരിലെ 25 വർഷക്കാലമായി 5 ടേമുകളിലായി ഇവിടെ നിന്ന് ജനപ്രതിനിധിയായി ജയിച്ചു പോയതിന്റെ കണക്ക് അടുത്ത തവണ ഇവിടേക്ക് മത്സരിക്കാൻ വരികയാണെങ്കിൽ, ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ, വരികയാണെങ്കിൽ ആ സമയത്ത് തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനുവേണ്ടി തന്നെയാണ് ഈ വലിയ യജ്ഞം നമ്മൾ തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇത് പറവൂരിലെ സാധാരണക്കാരായുള്ള ജനങ്ങളോട് ഒരു മനുഷ്യൻ അയാളുടെ രാഷ്ട്രീയത്തിന്റെ വഴികളിൽ ചവിട്ടിക്കേറിയ വഴികളിലൊക്കെ പുറന്തള്ളിയ മാലിന്യം എത്രത്തോളമാണെന്നും അത് പേറേണ്ടി വരുന്ന ഒരു ഭാഗമായി, ഒരു പ്രദേശമായി പറവൂർ എങ്ങനെ അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതും അതിനുള്ള തിരുത്തെങ്ങനെ വേണമെന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ പ്രതിപക്ഷ നേതാവിന്റെ ആ നേതാവ് എന്നുള്ള വാക്ക് സാങ്കേതികം മാത്രമാണ് കേട്ടോ, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നിയമസഭയിലെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്നുള്ളതാണ് ഭരണഘടനാപരമായിട്ട് ആ പദവിയെ വിളിക്കുന്നത്. അതിൽ ഒരു ലീഡർ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ നേതാവ് എന്നും പ്രതിപക്ഷ നേതാവ് എന്നും നമ്മൾ വിളിക്കേണ്ടി വരുന്നത്. അല്ലാതെ ഒരു നേതൃഗുണവുമില്ലാത്ത ഒരു മനുഷ്യൻ ഈ പറവൂരിലെ ജനങ്ങളെ വീണ്ടും വീണ്ടും വിഡ്ഢികളാക്കിക്കൊണ്ട് എന്താണ് തുടർന്നുകൊണ്ടിരുന്നത് എന്നും ഒരുപക്ഷെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ശേഷം വെറും 41 സീറ്റിലേക്ക് ചുരുങ്ങിയ UDF-ന്റെ ആ നേതൃസ്ഥാനം അത് ഏറ്റെടുക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വരുന്നതിന് ത്യാഗപൂർണമായ ചില സാഹചര്യങ്ങളൊക്കെ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഞാനേ ഉള്ളൂ രക്ഷിക്കാൻ, കോൺഗ്രസിനെയും UDF-നെയും രക്ഷിക്കാൻ ഈ കേരളത്തിൽ ഞാനേ ഉള്ളൂ എന്ന് നല്ലവിള്ള ചമഞ്ഞ് അങ്ങനെ ആ പ്രതിപക്ഷ നേതൃസ്ഥാനവും കൈക്കലാക്കിക്കൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെ എങ്ങനെയാണ് തന്റെ വരുതിക്ക് നിർത്തിയത് എന്നും അതിനുവേണ്ടി എങ്ങനെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള ചില കുറുക്കു വഴികൾ ഉപയോഗപ്പെടുത്തിയത് എന്നും അതിനൊക്കെ കണക്ക് പറയിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന രാഷ്ട്രീയ അവസരം തന്നെയാണ്, പറവൂരിന് കൈവന്നിരിക്കുന്ന രാഷ്ട്രീയ അവസരം തന്നെയാണ് ഇത് എന്നുമാണ് എനിക്ക് തുടക്കത്തിൽ സൂചിപ്പിക്കാനുള്ളത്. ഞാൻ പറവൂരിൽ ഒരു പൊതുയോഗത്തിന് ആദ്യമായിട്ടാണ് വരുന്നത്. കോൺഗ്രസിലുള്ളപ്പോൾ അടുപ്പിക്കില്ലായിരുന്നു, അതാണ് സത്യം. കോൺഗ്രസിലുള്ളപ്പോൾ അടുപ്പിക്കില്ലായിരുന്നു. കാരണം എന്താ? പുകഴ്ത്തി പറയുന്നവരെ വേണ്ടു, ചോദ്യം ചോദിക്കുന്നവരെ വേണ്ട, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരെ വേണ്ട. അപ്പൊ നമ്മളൊക്കെ ആ ജനസിൽ പെടുന്ന ആളല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജനാധിപത്യ ബോധത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനും തെറ്റുകൾ തെറ്റുകളാണെന്ന് പറയാനും ശരികളിലേക്ക് തിരുത്തലുകൾ വേണമെന്ന് പറയാനും ഒക്കെ ശീലിച്ചതാണ് എന്റെ ഒരു രാഷ്ട്രീയം. അപ്പൊ അതുകൊണ്ട് പറവൂരിൽ ആദ്യമായി പ്രസംഗിക്കാൻ വന്നത് എന്നെ വരുത്തിയതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ആൾക്ക്, നേതാവ് എന്നുള്ള വാക്യത്തോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ്, പ്രതിപക്ഷ ആൾക്ക് ഞാൻ എന്റെ നല്ല നമസ്കാരം നേരെയാണ്. നമ്മള് ഇവിടെ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം എങ്ങനെയാണ് കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയം ഈ ഒരു ജീർണാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ജീർണാവസ്ഥയ്ക്ക് കാരണക്കാരായിട്ടുള്ളവർ ആരൊക്കെ എന്നുള്ളതാണ്. കോൺഗ്രസ് എന്ന് പറഞ്ഞ് ചിലപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് ഏതെങ്കിലും തരത്തിൽ താല്പര്യം തോന്നുന്ന വിധത്തിൽ രാഷ്ട്രീയ നിലപാട് എപ്പോഴെങ്കിലും എടുത്താൽ ആ നിലപാടിന്റെ പേരിലെങ്കിലും നമുക്ക് ബഹുമാനത്തോടുകൂടി കാണാൻ കഴിഞ്ഞ ഒരു പ്രസ്ഥാനത്തെ അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഗുണഗണങ്ങൾക്കും ഇനി യോഗ്യമല്ല എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കുകയും ഒരു കൊട്ടേഷൻ ഗ്യാങ്ങിനെ പോലെ, ഒരു തെമ്മാടി കൂട്ടത്തിനെ പോലെ കോൺഗ്രസിനെ മാറ്റിയെടുക്കുകയും ചെയ്ത ഈ പ്രതിപക്ഷ ആളാകുന്നതിന് വേണ്ടി, സ്വയം കോൺഗ്രസിൽ ആളാകുന്നതിന് വേണ്ടി എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നും
ആ ചെയ്തു കൂട്ടിയതിന് പറവൂരിന്റെ ജനത കൊടുക്കേണ്ടി വന്ന വില എന്താണ് എന്നുള്ളതൊക്കെ തന്നെയായിരിക്കണം നമ്മൾ ചോദിക്കേണ്ടതും ഉത്തരം പറയിപ്പിക്കേണ്ടതും. ഞാൻ വരുന്നത് പാലക്കാട് നിന്നാണ്. പാലക്കാട് എന്ന് പറയുമ്പോൾ ആ വരുന്നതിനുള്ള കാരണവും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയും. പാലക്കാടിന്റെ MLA എന്ന് പറയുന്ന ഒരു യുവ നേതാവ് കോൺഗ്രസിന്റെ യുവജന സംഘടനയായുള്ള യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഇന്നലെ രാജിവെച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പാർട്ടി ധാർമ്മികമായ ഉത്തരവാദിത്തം ആ നേതാവിലുണ്ട് എന്ന് ആരോപിച്ച് രാജി ചോദിച്ചു വാങ്ങിയതല്ല എന്നാണ് ആ നേതാവ് തന്നെ ഊറ്റം കൊള്ളുന്നത്. അത്തരത്തിലുള്ള ഒരു യുവജന MLA-നെ കഴിഞ്ഞ 10 മാസക്കാലത്തോളമായി ഈ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുടിയിരുത്തിയതിനും ആ യുവജന MLA-നെ യുവജന പ്രസ്ഥാനത്തിന്റെ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഇരിപ്പിടം നൽകിയതിനുമൊക്കെ എന്തായിരുന്നു കാരണം എന്നുള്ളതും ആ കാരണങ്ങൾ എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ ഈ ചീഞ്ഞഴിഞ്ഞ മുഖം നമ്മുടെ മുന്നിലേക്ക് കാഴ്ചവെക്കുന്ന തരത്തിലേക്ക് മാറ്റിയത് എന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കേവലം ഒരു രാത്രി കൊണ്ടുണ്ടായതല്ല ഈ പറയുന്ന സംഭവ വികാസങ്ങളൊന്നും തന്നെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിതൃതുല്യനായിട്ടുള്ള കോൺഗ്രസിലെ ഒരു തലമുറയ്ക്ക് പ്രായം കൊണ്ട് പിതൃതുല്യനായിട്ടുള്ള ഒരാളെ ഒരുപക്ഷെ ഈ പ്രദേശത്തെ ആദ്യ പരാതിക്കാരിയായി തുറന്ന് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ തയ്യാറായ പെൺകുട്ടി പിതൃതുല്യ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ മൈക്ക് വെച്ച് അദ്ദേഹത്തിനോട് ചില ഉത്തരങ്ങൾ തേടിയപ്പോ അദ്ദേഹം പറഞ്ഞ ചില മറുപടികളുണ്ട്. തൂക്കിക്കൊല്ലാൻ പറ്റുന്ന കുറ്റമാണോ ഞാൻ ആ പറയുന്ന ആള് ചെയ്തത് എന്ന് ചില സന്ദേശങ്ങൾ അയച്ചു. അത് ശരിയായ രീതിയിലല്ല എന്നുള്ളത് താക്കീത് ചെയ്തു. ആ ശീലത്തിൽ നിന്ന് പിൻവാങ്ങണമെന്ന് പറഞ്ഞു. ഇതിനപ്പുറം ഞാൻ എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ് ചോദിച്ചത്. അതും ഒരു അച്ഛന്റെ വാത്സല്യത്തിന്റെ രീതിയിൽ ആ പെൺകുട്ടിയെ അതിൽ ആശ്വസിപ്പിച്ചുകൊണ്ട് ഈ നേതാവിനെ തിരുത്താൻ ഞാൻ ശ്രമിച്ചു. ഇതിനപ്പുറം ഞാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചത്. ഈ പിതാവിനെ ഇത്തരത്തിലാണ് അദ്ദേഹം സ്വന്തം കുടുംബത്തിലും അല്ലെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ ഇടയിലും അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ടുള്ള കടമകൾ നിർവഹിക്കുന്നത് എങ്കിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പണി അത് ഒരു അച്ഛന് യോജിച്ചതല്ല. പകരം പെൺകുട്ടികളെ, ചെറുപ്പക്കാരികളെ വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള അനാശാസ്യത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിലേക്ക് ഒരു യുവജന MLA-ക്ക് മുന്നിലേക്ക് കാഴ്ചവെക്കുന്നതിന് തുല്യമായ പ്രവൃത്തിയാണ് അറിഞ്ഞുകൊണ്ട് തന്നെ നടത്തിയത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പിതാവ് പിതൃതുല്യമായ പ്രവൃത്തിയല്ല ചെയ്തത്. പകരം തന്റെ അധികാരത്തിന് വേണ്ടി തന്നെ ആശ്രയിച്ച, തന്നെ വിശ്വസിച്ച, തന്നെ ഒരു അച്ഛനെ പോലെ കണ്ടിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന ആശയത്തെ പിന്തുടരുന്ന ഒരു പെൺകുട്ടി വന്ന് ആവർത്തിച്ച് പരാതി പറഞ്ഞിട്ടും അതിനെ വളരെ ലഘുവായി എടുത്തുകൊണ്ട് ഇതാണ് മരുന്ന് എന്ന് തീരുമാനിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിലേക്ക്, ആ യുവജന നേതാവിനെ അംഗീകരിക്കുന്ന വിധത്തിലേക്ക് ആ പെൺകുട്ടിയുടെ മാനാഭിമാനത്തെ, ആത്മാഭിമാനത്തെ കണ്ടു എന്ന് നടിക്കാതെ തന്നെ അത് ഒരുപക്ഷെ ആ പെൺകുട്ടിയുടെ കഥ മാത്രമല്ല എന്നും എത്രയോ പെൺകുട്ടികളുടെ കഥയാണ് എന്നുമൊക്കെ മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കേരള രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ഓരോന്നായി പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുക. അതിനുള്ള ഉത്തരം പറവൂരിന്റെ ജനത അദ്ദേഹത്തെ തെരുവിൽ തടഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിച്ചെടുക്കുക എന്നുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്വത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞു കേൾക്കുന്ന കാര്യം പരാതി ഒന്നും വന്നിട്ടില്ലല്ലോ എന്നാണ്. പോലീസിന്റെ മുന്നാകെ, കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുന്നാകെ, ഈ സംസ്ഥാനത്തിന്റെ നീതി നിർവഹണ സംവിധാനങ്ങളുടെ മുന്നിൽ എഴുതപ്പെട്ട പരാതികളൊന്നും വന്നില്ലല്ലോ എന്നാണ്. ആദ്യം തുടക്കത്തിൽ ഇത് ഒരു അശരീരി പോലെ ചില കോണുകളിൽ നിന്ന് ഇതിന്റെ സൂചനകൾ കിട്ടിയപ്പോ ഒരു മുഖ്യധാരാ മാധ്യമങ്ങളും ഇത് കൈവയ്ക്കാൻ ധൈര്യപ്പെടാതിരുന്നപ്പോ അതിൽ ഒരു കഴമ്പുമില്ല എന്ന് പറഞ്ഞ് ഒരു മാസം മുന്നേ പറഞ്ഞൊഴിഞ്ഞ ഒരാളെയും നമ്മൾ കണ്ടതാണ്. ഇപ്പോ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം ഒരു പരാതിയും ഉയർന്നിട്ടില്ലല്ലോ എന്നാണ്. എഴുതി നൽകിയ ഒരു പരാതിയും പാർട്ടിക്കകത്ത് പോലും ഞങ്ങൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണ്. കേസുണ്ടെങ്കിൽ കേസുമായി മുന്നോട്ട് പോയിക്കൊള്ളാനാണ് നമ്മളോട് വെല്ലുവിളിക്കുന്നത്. ഒരു പക്ഷേ നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നതും ഏതെങ്കിലും ഒരു പരാതിക്കാരി പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത് വരെ നമുക്കിതില് ചോദിക്കാൻ, എവിടെയും ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഇടം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ആ ചോദ്യത്തെ നേരെ തിരിച്ചു ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരള പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു പക്ഷേ എഴുതപ്പെട്ട ഒരു പരാതിയും, എഴുതി നൽകിയ ഒരു പരാതിയും ഇല്ലാതെ തന്നെ വരുന്ന ദിവസങ്ങളിൽ കേരളത്തിന് ഒരു മോറൽ കോമ്പസ് ഉണ്ട്.
ധാർമ്മികമായിട്ടുള്ള ഒരു ദിശാസൂചിക കേരളത്തിന് എല്ലാ കാലത്തും ഉയർത്തിപ്പിടിക്കാനുണ്ടായിരുന്നു. ആ ഉയർത്തിപ്പിടിച്ച ധാർമ്മിക ബോധത്തിന് മുന്നിൽ, മൂല്യത്തിന് മുന്നിൽ വരുന്ന കഥകൾ ഓരോന്നും ഇങ്ങനെ ഒരു മറയുമില്ലാതെ തന്നെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ചർച്ചയാകാൻ പോകുന്ന സമയത്ത് ഇനിയും നിങ്ങൾ എത്ര തവണ എഴുതി തന്ന പരാതിയില്ലല്ലോ, ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞൊഴിയും എന്ന് തന്നെയാണ് ഞങ്ങൾ ചോദിക്കാൻ പോകുന്നത്. അതായത് ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി പോലീസിന്റെ മുന്നിലേക്ക് എഴുതപ്പെട്ട ഒരു പരാതി പോലും ഇല്ലാതെ കേരളത്തിലെ ഒരു MLA-നെ രാജിവെപ്പിച്ചെടുക്കാനുള്ള രാഷ്ട്രീയ ആർജവത്തിലേക്ക് കേരളത്തിലെ സമൂഹത്തെ ഇടതുപക്ഷം കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്ന നാളുകളിലേക്കാണ് നമ്മൾ പോരാട്ടം നയിക്കുന്നത്. ഒരു പരാതിയും ഇല്ലാതെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞ എഴുതി നൽകിയ പരാതി ഇല്ല എന്നുള്ളതിന്റെ ന്യായത്തെ തന്നെ നിങ്ങളെ തിരിഞ്ഞുകൊത്തുന്ന രീതിയിലേക്ക് ആ പരാതി ഇല്ലാതെ തന്നെ നടപടിയെടുക്കാനും ആ MLA-യുടെ MLA സ്ഥാനം മാത്രമല്ല, ആ നടപടിയുടെ അടുത്ത മുന പോകുന്നത് എങ്ങോട്ടേക്കാണ് എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞു തരാം. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ MLA ആകുന്നതിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ യുവജന പ്രസ്ഥാനത്തിന്റെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാകുന്നതിനൊക്കെ വേണ്ടി ആ സമയത്ത് ലഭിച്ച പരാതികൾ, എഴുതി കിട്ടിയ പരാതികൾ, കേട്ടറിഞ്ഞ പരാതികൾ, കണ്ടറിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്ന പദവിയിൽ പറവൂരിന്റെ MLA എന്ന് പറഞ്ഞിരിക്കുന്ന വെരി ഡീസന്റ് സതീശൻ, അല്ലെ അങ്ങനെയല്ലേ, VD സതീശൻ, വെരി ഡീസന്റ് സതീശൻ, വൾഗർ ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് സതീശൻ, അതാണ് VD. വഷളനും ആഭാസനും ഓഖ്യാനിക്കാൻ തോന്നുന്ന വിധത്തിൽ മാത്രം രാഷ്ട്രീയം പറയാനും പെരുമാറാനും അറിയുന്ന വൾഗർ ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് സതീശനെ കൊണ്ട്, പാലക്കാടിന്റെ MLA കൊണ്ട് എഴുതി നൽകിയ ഒരു പരാതി പോലും രജിസ്റ്റർ ചെയ്യിക്കാതെ തന്നെ മാനാഭിമാനം നഷ്ടപ്പെട്ട യുവതികൾ പറയുന്ന യഥാർത്ഥ കഥകൾ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയാക്കിക്കൊണ്ട് ആ പെൺകുട്ടികളെ പരാതിയുമായി ബന്ധപ്പെട്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന അപകീർത്തികരമായ കാര്യങ്ങളിലേക്ക് ഇനിയൊക്കെ നേരിടേണ്ടി വന്ന സാഹചര്യത്തെ പറ്റി ഇവിടെ സ്വാഗത പ്രാസംഗികൻ നിതിൻ, നിങ്ങളുടെ ഏരിയ സെക്രട്ടറി, പറഞ്ഞു. എന്റെ സ്ഥലത്തു നിന്നുള്ള ഒരു MP തന്നെയാണ് ഇന്ന് രാവിലെ മോർണിംഗ് വാക്കിന്റെ ഇടയിൽ ആഭാസത്തരമൊക്കെ വിളിച്ചു പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ പറയുന്നു, കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് ഈ പെൺകുട്ടികളെല്ലാം അവരുടെ ദുഃഖകരമായ സത്യങ്ങൾ വിളിച്ചു പറയും, അവസ്ഥകൾ വിളിച്ചു പറയും. അത് ആവർത്തിച്ച് പറയപ്പെടും. കാരണം അടുത്ത 6 മാസത്തേക്ക് അത്രമാത്രം ചീഞ്ഞടിഞ്ഞ കഥകൾ പറയാൻ ഇവിടെ അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടായ പെൺകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അമ്മമാരുണ്ട്. അമ്മൂമ്മമാരുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെനിക്ക് അറിയാത്തത് കൊണ്ട് ഞാനത് പറയാൻ ആളല്ല. ഇതൊരു അസുഖമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അതിലേക്കും കൂടി വരാം. അപ്പൊ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം. ഇവര് നമ്മളോട് നാഴിക്ക് 40 വട്ടം ചോദിക്കുന്ന, എഴുതി തന്ന ഒരു പരാതിയുണ്ടോ, പോലീസിൽ പരാതിയുണ്ടോ, പാർട്ടിക്ക് അകത്ത് തന്നെ പരാതി കിട്ടിയിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോ ഇതൊരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങ് തണുക്കും. അങ്ങനെ ആകുമ്പോഴേക്കും ബീഹാറിൽ പോയ മറ്റേ പുള്ളിക്ക് ഇങ്ങോട്ട് വേഗം വരാം. ആരാ ബീഹാറിൽ പോയി ഒളിച്ചു താമസിക്കുന്നത് അറിയോ? ഇന്നലെ വരെ പാർലമെന്റ് നടന്നിരുന്നു എന്നുള്ളത് കൊണ്ട് 21-ാം തീയതി വരെ ഡൽഹിയിലെ പാർലമെന്റിലായിരുന്നു ഒളിച്ചു താമസിച്ചിരുന്നത്. ഇന്ന് നേരെ പോയിരിക്കുന്നത് ബീഹാറിലേക്കാണ്. പറച്ചിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ നടക്കാനാണെന്നാണ്. കൂടെ നടക്കുന്നവരുടെ ഗുണവധികാരമൊക്കെ രാഹുൽ ഗാന്ധി അറിഞ്ഞ പൊക്കോണന്റെ മുമ്പിൽ നിന്ന് പറയുന്ന പാലക്കാടിന്റെ മുൻ MLA-യും വടകരയുടെ അഭിശപ്ത MP-യുമായ, അങ്ങനെ തന്നെ വേണം പറയാൻ, വെറുക്കപ്പെട്ട, ഒരു പക്ഷേ ആളുകളെ ഇപ്പോഴും കണ്ണിൽ പൊടിയിട്ട് അതിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നതിൽ ആളായിക്കൊണ്ടിരിക്കുന്ന ആ മാന്യദേഹമായിട്ടുള്ള ഷാഫി പറമ്പിലും ഇവര് രണ്ടുപേരും ആവർത്തിച്ച് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്കൊക്കെ ഉത്തരം പറയേണ്ടുന്ന വിധത്തിൽ പേരുകളായും നടന്ന സംഭവങ്ങളായും വസ്തുതകളായും മറനീക്കി പുറത്തു വരാൻ പോകുന്ന സംഭവ പരമ്പരകൾ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ചരിത്രത്തിൽ ആദ്യമായി, ഞാൻ അതുകൊണ്ടാ പറയുന്നത്, കോൺഗ്രസിന്റെ 140 വർഷത്തെ രാഷ്ട്രീയ പാരമ്പര്യത്തെ തന്നെയാണ് നമ്മൾ ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിലെടുക്കുന്നത്. ആ രാഷ്ട്രീയ പാരമ്പര്യം നിങ്ങൾക്ക് അവകാശപ്പെടാനുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് നമ്മൾ ചോദിക്കുന്ന ചോദ്യം, ഈ കഥകൾക്കൊക്കെ നിങ്ങൾക്ക് എന്ത് ഉത്തരമാണ് തരാനുള്ളത് എന്നാണ്. അതിന് ഉത്തരം പറയിപ്പിക്കുന്നത് വരെ കേരളത്തിന്റെ തെരുവുകളിൽ സമരങ്ങളായും ഈ കഥകൾ ഓരോന്നായി പത്രമാധ്യമങ്ങൾക്ക് മുന്നിലും ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിലും ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്നുമായി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 6 മാസം കഴിഞ്ഞാലും തീരില്ല. സാധാരണ നമ്മൾ ഓരോ സീസൺ എന്നാണ് പറയുക, അല്ലെ? ഇപ്പോ റിയാലിറ്റി ഷോകളുടെ സീസണാണ്, ബിഗ് ബോസിന്റെ സീസണാണ്. അപ്പൊ അതിനൊക്കെ ഒരു 3-4
മാസം നീണ്ടു നിൽക്കുന്ന ഒരു സീസൺ കഴിഞ്ഞ പിന്നെ അടുത്ത വർഷമാണ് വീണ്ടും 3-4 മാസം. IPL നടക്കുമ്പോ അങ്ങനെയാണ്, ISL ഫുട്ബോൾ നടക്കുമ്പോ അങ്ങനെയാണ്. പക്ഷേ വർഷം മുഴുവനും പറഞ്ഞാലും തീരാത്തത്ര കഥകളുള്ള കോൺഗ്രസിന് ഈ സീസൺ ഈ പറയുന്ന അനാശാസ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നവരെയും അതിന് പ്രേരകമായി നിന്നവരെയും അത് ഒരു ജീവിതോപാസന പോലെ കൊണ്ടു നടന്നവരെയും ആ കഥകളെല്ലാം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ചർച്ചയ്ക്ക് വെക്കുന്നതിന് ഈ സീസൺ എന്ന് പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയും ഉണ്ടാകുന്ന തരത്തിൽ തന്നെ നിൽക്കുമെന്നുള്ളത് VD സതീശൻ അറിയാം, ഷാഫി പറമ്പിലിന് അറിയാം, രാഹുൽ മാങ്കൂട്ടത്തിനും അറിയാം. ഈ 3 പേരും കൂടി നടത്തിയ ചില കൂട്ടുകച്ചവടങ്ങളുണ്ട്. ആ കൂട്ടുകച്ചവടം എവിടെയാണ് പൊട്ടിയത് എന്ന് നമുക്കറിയില്ല. പക്ഷെ അത് പൊട്ടിയെന്നും പൊളിഞ്ഞു എന്നും വേണം മനസ്സിലാക്കാൻ. ലാഭനഷ്ട കണക്കെടുക്കുന്ന സമയത്ത് ആരെയാണ് ഒറ്റിയിരിക്കുന്നത് എന്നുള്ളതൊക്കെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഉള്ളറകളിലെ രഹസ്യം, നമുക്കത് വിഷയമല്ല. പക്ഷെ പകരം നമ്മുടെ വിഷയം ഈ പൊതുസമൂഹത്തിൽ മാന്യതയുടെ മൂടുപടമണിഞ്ഞ് ജീവിക്കുന്ന മനുഷ്യർ, ഈ രാഷ്ട്രീയ നേതാക്കൾ, അതിൽ ഏറ്റവും ചെറുപ്പത്തിലുള്ള ഒരു യുവജന MLA, അയാളെ തൊട്ട് സീനിയർ ആയിട്ട് അയാളെ കൈപിടിച്ച് ഉയർത്തി പടിപടിയായി അയാളെ രാഷ്ട്രീയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് ക്രെഡിറ്റ് എടുക്കുന്ന മറ്റൊരു മുൻ MLAയും ഇപ്പോഴത്തെ MP-യുമായിട്ടുള്ള ഒരാൾ, ഇവർക്ക് 2 പേർക്കും രാഷ്ട്രീയ കവചം തീർത്തിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്തിരുന്ന 3ാമത്തെ ഒരാൾ. ഈ 3 ആളുകളെ പറ്റിയും പറഞ്ഞാൽ തീരാത്തത്ര, എണ്ണിയാൽ ഒടുങ്ങാത്തത്ര കാര്യങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വിളമ്പാൻ കോൺഗ്രസ്സുകാർ തന്നെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ആ പ്രസ്ഥാനത്തിനെ ഇനിയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അതിൻ്റെ ഉള്ളിൽ ഇനിയും ബാക്കിയുണ്ട് എങ്കിൽ അവർക്കതല്ലാതെ വേറെ വഴിയില്ല. ആ അവസ്ഥയിലേക്ക് ആ പ്രസ്ഥാനം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കേൾക്കാൻ കഴിയുന്ന കഥ യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അടി നടക്കുകയാണെന്ന്. കാരണം യൂത്ത് കോൺഗ്രസിന് വൈസ് പ്രസിഡന്റുമാർ കുറെ ഉണ്ട്. ഇതിൽ ഏത് വൈസ് പ്രസിഡന്റിനെ പ്രസിഡന്റ് ആക്കണം എന്ന് അവർ ഇപ്പോഴേ ചർച്ച തുടങ്ങി. ഇതെന്താ സംഭവിച്ചത് എന്നുള്ളതല്ല അവരുടെ വിഷയം, അടുത്ത പ്രസിഡന്റ് ആരാകണം എന്നുള്ളതാണ് വിഷയം. അപ്പോ ഒരു കൂട്ടം മറ്റൊരു കൂട്ടത്തിനോട് പറയുന്നത്, ഇപ്പൊ കൂട്ടമാണല്ലോ, ഒരു മാങ്കൂട്ടം, പിന്നെ ഒരു തെങ്ങും തോട്ടം, അങ്ങനെ കുറെ കൂട്ടങ്ങളാണിത്. അപ്പോ ഒരു കൂട്ടം മറ്റൊരു കൂട്ടത്തിനോട് പറയുന്നത്, പിന്നിൽ നിന്ന് കുത്തിയത് നിങ്ങൾ തന്നെയാണ്, എന്നിട്ട് നിങ്ങൾ ഇനി അധ്യക്ഷ സ്ഥാനത്തേക്ക് പോകുമ്പോ ഞങ്ങൾ പിന്നിൽ നിന്ന് കുത്തി കാണിച്ചു തരാം. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് കഥകൾ തീരില്ല എന്ന്. ചീഞ്ഞു നാറുന്ന കഥകൾ 2 തവണ പ്രതിപക്ഷത്തിരിക്കേണ്ടി വന്നതിന്റെ ജാള്യത, ആ ചളിപ്പും കൊണ്ട് നടക്കുകയാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു തിരിച്ചുവരവ് കേരള ജനത കോൺഗ്രസിന് നൽകുമെന്നും കോൺഗ്രസ് അത് അർഹിക്കുന്നുവെന്നും UDF-ന് രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു മേധാവിത്വമുണ്ട് എന്നും ഒക്കെയായിരുന്നു ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളെ വരെ കൂട്ടുപിടിച്ചുകൊണ്ട്, ഇവിടുത്തെ ഇടതുപക്ഷ ഭരണത്തെ ഡിസ്ക്രെഡിറ്റ് ചെയ്തുകൊണ്ട്, ഇകഴ്ത്തി കാണിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കുറവുകളും കുറ്റങ്ങളുമുള്ള ഭരണമാണ് നടക്കുന്നത് എന്ന് യാതൊരു തെളിവിന്റെയും അടിസ്ഥാനമില്ലാതെ വിളിച്ചു പറഞ്ഞ ആളുകൾ, തെളിവുണ്ടെന്ന് പറഞ്ഞ് കോടതിയിൽ പോയപ്പോ ആ പോയതിനൊക്കെയും കോടതി താക്കീതുമായി ചെവിക്ക് പിടിച്ച് പറഞ്ഞു വിട്ടവർ, അവരാണ് നമ്മളോട് തെളിവ് ചോദിക്കുന്നത്. CPM അല്ല ഈ കാര്യങ്ങളൊന്നും പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വിളിച്ചു പറയുന്നത്. അതിനിരയാക്കപ്പെട്ടവരാണ്. ആ ഇരയാക്കപ്പെട്ടവർ അവർക്ക് സ്വീകാര്യമായ വഴികളിലൂടെ തന്നെയായിരിക്കും അത് വിളിച്ചു പറയുന്നത്. അവർക്ക് അതിനുള്ള സൗകര്യമേ തൽക്കാലമുള്ളൂ. കാരണം ഇതൊന്നും കേസാവില്ല എന്നുള്ള ധൈര്യത്തിലല്ലേ ആ യുവജന MLA ഇതൊക്കെ ചെയ്തു കൂട്ടിയത്. അതേ ധൈര്യം തന്നെ ഇതൊന്നും കേസാക്കാൻ ഒരു പെൺകുട്ടിയും മുന്നോട്ട് വരില്ല. ഒരു പെൺകുട്ടിയും ഇതൊന്നും തുറന്നു പറയാൻ ധൈര്യപ്പെടില്ല. കാരണം അവളുടെ ജീവിതം കൂടിയാണ് താറുമാറാകുന്നത്. അപ്പൊ ഏതൊരു ചിന്തയുടെ പുറത്താണോ ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാമെന്നും ഇത് തേച്ചു മാച്ച് കളയാമെന്നും വിചാരിച്ചിരുന്നത്, അതേ ചിന്തയുടെ പേരിൽ തന്നെ, അതേ തോന്നലിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതൊന്നും കേസാക്കാതെ തന്നെ, ഇത് കേസായാൽ അത് തേച്ചു മാച്ച് കളയാനുള്ള വഴികളിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് വന്നാൽ ഞാൻ നോക്കാന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇത് കേസാവുന്ന സമയത്ത് അതിന്റെ പഴുതുകൾ എന്താണ് എന്ന് ആലോചിച്ച് വെച്ചിരിക്കുകയാണ്. ആ പഴുതുകളിലൂടെ രക്ഷപ്പെടാമെന്നാണ് ആവർത്തിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത് കേസാക്കാതെ തന്നെ ഇയാളെ ആ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിടാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാമെന്ന്. പാലക്കാട്ടേക്ക് ഇന്ന് വരേണ്ടതായിരുന്നു. അവിടെ ഒരു മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. അതിന്റെ വിശിഷ്ടാതിഥിയായിട്ട് വരേണ്ട ആള് അടൂരത്തെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. പാലക്കാടിന്റെ ജനപ്രതിനിധി അടൂരിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല. ഇനി എന്നാണ് വരിക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ എന്ന് തന്നെ ആണെങ്കിലും എപ്പോ പാലക്കാട്ട് എത്തിയാലും പിന്നെ പാലക്കാട്ട് നിന്ന് തിരിച്ചു പോകുന്നത് പാലക്കാടിന്റെ MLA ആയിട്ടായിരിക്കില്ല എന്നുള്ളത് അവിടെ നമ്മുടെ ചുണക്കുട്ടികളായിട്ടുള്ള DYFI-യും അതുപോലെ തന്നെ നമ്മളുടെ മഹിളാ സംഘടനയും നമ്മളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനവും ഒപ്പം നമ്മുടെ മാതൃപ്രസ്ഥാനവും ഉറപ്പുവരുത്തിയിരിക്കും.
ഒരു തവണ കൂടി മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി പാലക്കാടിന്റെ MLA എന്ന് വന്ന് പറഞ്ഞു വരികയുള്ളൂ. തിരിച്ചു പോകുമ്പോ ആ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിയല്ലാതെ പാലക്കാട് വിടേണ്ട ആവശ്യം ഇനി എന്തായാലും വരില്ല. അത് ഉറപ്പിക്കാം. അല്ലെങ്കിൽ പിന്നെ ഇനി ഒരിക്കലും പാലക്കാട്ടേക്ക് വരില്ല. കാരണം ഒളിച്ചു താമസിക്കാൻ പറ്റിയ ഇടം ഏതാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. ഈ സംസ്ഥാനത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെ പോയി ഒളിച്ചാലും പിടിക്കും എന്നുള്ളത് അറിയാം. അപ്പോ കേരളത്തിന് പുറത്ത് പോയി താമസിക്കാനാണെങ്കിൽ കോൺഗ്രസിന്റെ ഭരണ സ്ഥലങ്ങളൊന്നും അധികം ഇല്ല. ആകെയുള്ളത് കർണാടകയും തെലുങ്കാനയുമാണ്. പിന്നെ ഒരു ഹിമാചൽ പ്രദേശും ഉണ്ട്. അപ്പൊ ഈ കർണാടകയിലും തെലുങ്കാനയിലും പോയി ഒളിക്കാനുള്ള സാധ്യതയെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് അവിടെ പോയാൽ അവിടെയും കേസ് വരും. ഈ പോയി ഒളിക്കാൻ പോണ സ്ഥലത്ത് പോയാലും കേസ് വരുന്നു വന്നാൽ ഇനി അവിടെ പോകാനും പറ്റില്ല. പിന്നെ പണ്ട് പഠിച്ച സ്ഥലം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ JNUവിലൊക്കെ പഠിച്ചു എന്നാണ് വെപ്പ്. അറിയില്ല എന്താ പഠിച്ചത് എന്നുള്ളത്. ഇതായിരിക്കും പഠിപ്പ്. അപ്പൊ ആ പഠിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇന്ത്യയിൽ എവിടെ പോയാലും ഒരുപക്ഷെ ഒളിത്താവളം കിട്ടിയെന്ന് വരില്ല. അങ്ങനെയാകുമ്പോ ഇനിയിപ്പോ രാജ്യം വിടാനുള്ളതായിരിക്കും പദ്ധതി. രാജ്യം വിടാനുള്ള പദ്ധതിയിലാണെങ്കിലും അവിടെയും പ്രശ്നം. വേൾഡ് കപ്പ് കാണാനാന്നാ പറഞ്ഞ് ഖത്തറിൽ പോയിട്ടുണ്ട്. കുറച്ചു മുന്നേ ലണ്ടനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. UK ഏതോ പരിപാടി ഉദ്ഘാടനം ചെയ്യാനാണെന്ന് പറഞ്ഞ് 4-5 രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെന്ന് പാസ്പോർട്ട് നോക്കിയാൽ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി നമ്മളോട് പറയാതെ പോയ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയില്ല. നമ്മൾ കളി തമാശയ്ക്ക് വേണ്ടി പലപ്പോഴും പറയും രാഹുൽ ഗാന്ധി പട്ടായയ്ക്ക് പോകുന്നതാണെന്ന്. ആ പറച്ചിൽ മുഴുവൻ പറഞ്ഞിരുന്നത് സംഘപരിവാറായിരുന്നു. നമ്മൾ അങ്ങനെ ഒരിക്കലും ആ പറച്ചിലേക്ക് ഇപ്പോഴത്തെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ഇകഴ്ത്തി കാണിച്ചിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധി പട്ടായയിൽ പോയിട്ടില്ലെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ പട്ടായയിൽ പോയിട്ടുണ്ടാവും. അത് നമ്മൾ പറയണം. അത് പറച്ചു വെക്കേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോ എവിടെ ചെന്ന് ഒളിച്ചാലും എങ്ങനെയൊക്കെ തന്നെ ഇതിൽ നിന്ന് മുങ്ങാൻ ശ്രമിച്ചാലും, ഞാൻ ആദ്യം പറഞ്ഞു പാലക്കാടിന്റെ MLA ആയിട്ട് വരാം, സ്വാഗതം, വന്നോളൂ. വന്ന പോലെ തിരിച്ചു പോവില്ല. പാലക്കാടിന്റെ MLA ആയിട്ട് തിരിച്ചു പോവില്ല. ഇനി അല്ല വരാതിരിക്കാനാണ് ഉദ്ദേശം, എങ്ങോട്ടാച്ച പൊക്കോളൂ. പോയിടത്തുനിന്ന് നമ്മൾ പൊക്കിയിരിക്കും. പൊക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. ചിലരൊക്കെ നമുക്കത് വേണ്ട പോലെ പറഞ്ഞു തരും. ഇന്ന സ്ഥലത്ത് ഇരിക്കുന്നുണ്ട്, ഇങ്ങനെ പോയാൽ കിട്ടും എന്ന് പറഞ്ഞു തരുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയാണ് കോൺഗ്രസിൽ ഇപ്പോഴും ഉള്ളത്. കൂടെ നിൽക്കുന്നവനെ ഒറ്റിയും കുതുകാൽ വെട്ടിയും ഇവര് നേടിയതൊക്കെയും അതിലൂടെ തന്നെ അവസാനിക്കാൻ പോകുന്ന ഒരു വിധി വൈപരീത്യത്തിനാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃസ്ഥാനത്തിന് ഇനിയുള്ള ബാക്കിയുള്ള ശിഷ്ടകാലം. ആ ശിഷ്ടകാലം ഞാൻ പറഞ്ഞു. രാഹുൽ മാങ്കട്ടത്തിൽ എന്ന് പാലക്കാടിന്റെ MLA സ്ഥാനം രാജിവെക്കുന്നുവോ അന്ന് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കോൺഗ്രസിന് ഈ 140 വർഷത്തെ രാഷ്ട്രീയത്തിന്റെ പാരമ്പര്യം കോൺഗ്രസ് ഇപ്പോഴും പേറുന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശന്റെ വൾഗർ ആൻഡ് ഡിസ്ഗസ്റ്റിംഗ് സതീശന്റെ രാജിയും എഴുതി വാങ്ങപ്പെട്ടിരിക്കും. ഒരു സംശയവും വേണ്ട. അത് എത്ര ദിവസം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പ്രശ്നം. ഇത് രണ്ടു കൂട്ടർക്കും പരസ്പരം അറിയാം. ആദ്യം നീയോ ആദ്യം ഞാനോ. ഇതാണ് അവര് തമ്മിലുള്ള ഒളിച്ചുകളി. കച്ചവടം പൊട്ടി. ഇടനിലക്കാരനാണെങ്കിൽ ബീഹാറിലാണ്. വിനിമയത്തിനാണെങ്കിൽ സംവിധാനങ്ങൾ ഫോൺ ഉണ്ടെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല. കൂടെ നിൽക്കുന്നവരാണല്ലോ പലതും പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ആ അർത്ഥത്തിൽ നോക്കുമ്പോ ഈ 3 പേരും കൂടി ചേർന്ന് നടത്തിയ കൂട്ടുകച്ചവടം അവസാനിച്ചിരിക്കുകയാണ്. ആരെയാണ് പൂട്ടാൻ പോകുന്നത് എന്നേ കാണണ്ടു. നീ എന്നെ പെടുത്തിയാൽ നിന്നെ ഞാൻ പെടുത്തിക്കോളാം എന്നുള്ളതിന്റെ ധാർഷ്ട്യമായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ ഉച്ചരിച്ച ഓരോ വാക്കും. അത് തന്നെയാണ് VD സതീശന്റെ ഉള്ളില് ഉൾക്കിടലം സൃഷ്ടിക്കുന്നത്. ഇവൻ ഇത്രമാത്രം ധാർഷ്ട്യത്തോടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ കയ്യിൽ എന്റെ എന്തൊക്കെയോ ഉണ്ട്. സിമ്പിൾ. അത് അവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് നടന്നത്. നമ്മളോടല്ല ആ ധാർഷ്ട്യം കാണിച്ചത്. നിങ്ങൾ മനസ്സിലാക്കണം. ആ ധാർഷ്ട്യം കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് കാണിച്ചു എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അതിന്റെ മെസ്സേജ് എവിടെ പോയിരിക്കണമെന്ന് അറിയോ? ഇവിടുത്തെ ഓഫീസിലേക്കാ. ഇനിയും തുടർന്നാൽ, അതുകൊണ്ടല്ലേ പറഞ്ഞത് എന്നോട് ഒരാളും രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എന്റെ സൗകര്യത്തിന് 1:30 രാജിവെക്കും എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ സൗകര്യത്തിന് 1:30 രാജിവെക്കും. അപ്പൊ ഇവര് തമ്മിൽ ഈ നടക്കുന്ന അന്തർനാടകങ്ങൾ എന്തിന്റെയൊക്കെ പേരിലാണ് കേരള പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് കേരള പൊതുസമൂഹം ആർജവത്തോടെ ഇവരോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൽക്കാലം ഒരു പരാതിയും എഴുതി നൽകാൻ സൗകര്യമില്ല എന്ന് തന്നെ ഈ ദുരനുഭവത്തിന് ഇരയാകേണ്ടി വന്നവരും ഉറച്ചു തീരുമാനിക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. നിങ്ങൾ ആ ഉറച്ച നിലപാടിൽ തന്നെ നിൽക്കണം. ആ ഉറച്ച നിലപാടിൽ നിങ്ങൾ നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അനുഭവ കഥകൾ പറയണം. കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് എത്തട്ടെ. കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയുടെ വീരേതിഹാസങ്ങൾ. ആരാണ് പ്രജ്വൽ രേവണ്ണ? ആരാണത്? ഇരയും വേട്ടക്കാരും എന്നുള്ള പ്രയോഗമൊക്കെ നമ്മൾ എപ്പോഴും നടത്തും അല്ലേ? ഇര എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേ,
PREY, പ്രേ. പ്രിഡേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരയെ വേട്ടയാടി പിടിക്കുന്ന ഏതൊരു ജീവിയാണെങ്കിലും അത് പ്രിഡേറ്റർ ആണ്. അപ്പോ ആ വേട്ടക്കാരൻ കാമവെറി തീർക്കുന്നതിന് വേണ്ടി അങ്ങനെ വേട്ടയാടി പിടിക്കാൻ ഒരുപക്ഷെ സമൂഹത്തിന്റെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ, ജാതീയമായി പിന്നോക്കം നിൽക്കുന്നവരെയൊക്കെ തന്റെ MP സ്ഥാനം ദുരുപയോഗം ചെയ്ത് അങ്ങ് കർണാടകയിൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോ കോൺഗ്രസിന്റെ മൂക്കിൻ തുമ്പിൽ ഒരു JDSന്റെ MLA അങ്ങനെ ചെയ്തു, MP അങ്ങനെ ചെയ്തു എന്നും അയാളുടെ പേര് പ്രജ്വൽ രേവണ്ണയാണെന്നും ആയിരക്കണക്കിന് സ്ത്രീകളുമായി വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ശാരീരിക ബന്ധങ്ങളും അതിക്രമങ്ങളും ക്രൂരതകളും ഒക്കെ ഒരു ഭയവുമില്ലാതെ മയവുമില്ലാതെ വീഡിയോയിൽ പകർത്തി അതിൽ കൂടി ആനന്ദം കണ്ടെത്തുകയും ചെയ്ത, നമ്മൾ ഇതുവരെയും വിചാരിച്ചു വെച്ചിരുന്ന സെക്ഷൽ പെർവേർഷന്റെ ഒരുപക്ഷെ സീരിയൽ സെക്ഷൽ ഒഫൻഡർ എന്നുള്ള രീതിയിൽ ഒന്നിനു പുറകെ ഓരോന്നായി രതിവൈകൃതങ്ങൾക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്നതിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മകുടോദാഹരണമായി കഴിഞ്ഞ 18 മാസങ്ങളായി നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ആ പ്രജ്വൽ രേവണ്ണയെ നാണിപ്പിക്കുന്ന വിധം കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയായി ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കഥകൾ ഓരോന്നായി കേരള പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് വരും. ഒരു തർക്കവും വേണ്ട. കുറെ മാധ്യമങ്ങള് ഏതിന്റെയൊക്കെയോ പേരിൽ എന്തിന്റെയൊക്കെയോ പേരിൽ സംരക്ഷണ കവചം ഒരുക്കിയിരുന്നു. ആ മാധ്യമങ്ങളൊക്കെ കൈവിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ. പടച്ചു വിട്ടാ മതി, അത് വായുവിലേക്ക് പടർത്തി വിട്ടാ മതി, അതിങ്ങനെ പ്രവഹിച്ചോളും. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കോളും. റീലിട്ടാൽ മതി, പോസ്റ്റർ അടിച്ചാൽ മതി. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ വഴികളെ അതപ്പതിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയെ സംരക്ഷിച്ചു നിർത്തിയത് ആരായിരുന്നു എന്നും, ഈ പ്രജ്വൽ രേവണ്ണയ്ക്ക്, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന കേരളത്തിന്റെ പ്രജ്വൽ രേവണ്ണയ്ക്ക് ഇതിന് ഒത്താശ ചെയ്തു കൊടുത്തിരുന്നവർ ആരായിരുന്നു എന്നും, ഗർഭഛിദ്രം നടത്തുന്നതിന് വരെ അവർ ചെയ്ത വഴിവിട്ട സൗകര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതും ഒക്കെ ഇന്ത്യയിലെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടും നമ്മുടെയൊക്കെ മനസാക്ഷിയുടെയും ധാർമ്മിക ബോധത്തിന്റെയും വെളിച്ചത്തിലുമൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന നാളുകളാണ്. അപ്പൊ ഒരു കൂട്ടര് വരും, ഇങ്ങനെയാണോ നമ്മൾ വിചാരണ ചെയ്യേണ്ടത്, ഇങ്ങനെ ആൾക്കൂട്ട വിചാരണയാണോ ചെയ്യേണ്ടത്, സമൂഹ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറഞ്ഞതുകൊണ്ട് എന്തുമായോ എന്നുള്ളതൊക്കെ ചോദിച്ചുകൊണ്ട് വരുമ്പോ നമ്മള് കൃത്യതയും വ്യക്തതയുമുള്ള ചില കാര്യങ്ങളിലൂടെ തന്നെ അതിനെ അളക്കണമെന്നും അളന്നുകൊണ്ടേ ഇരിക്കണമെന്നും നമ്മൾ തെളിയിക്കും. ഒരു സംശയമില്ല അതിലും. കാരണം ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ, വരുന്ന ദിവസങ്ങളിൽ, ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തങ്ങളായ രീതികൾ അവലംബിച്ചുകൊണ്ടുള്ള ക്രൈമുകളാണ് പുറത്തേക്ക് വരുന്നത്. ഇന്നലെ ഒരു ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പുറത്തേക്ക് വന്നു. റേപ്പ് ചെയ്യണം എന്നുള്ളതായിരുന്നു ആവശ്യം. നീ എനിക്ക് വഴങ്ങി തരരുത്, എനിക്ക് നിന്റെ മേൽ റേപ്പ് എന്ന് തോന്നുന്ന വിധമുള്ള ആഭാസത്തരം കാണിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ പറയാൻ ഒരു ജാള്യതയുമില്ലാത്ത ഒരു മനുഷ്യൻ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഓരോന്നും ചർച്ചയിലേക്ക് വരണം. ചർച്ചയിലേക്ക് വന്ന് ഉളുപ്പ് എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ മുന്നിൽ മാന്യനായിട്ട് ഇനിയും തുടരാൻ കഴിയില്ല എന്നുള്ളതിന്റെ ബോധ്യം അയാളിലേക്ക് തീണ്ടി തുടങ്ങുന്ന ആ ദിവസം അയാളെ കൊണ്ട് നമ്മൾ രാജിവെപ്പിക്കും. അയാളെ വേട്ടയാടുക തന്നെ ചെയ്യും. ചെയ്തു കൂട്ടിയതിന്റെ പേരിലാണ് ആ വേട്ടയാടൽ. അതിനെന്തിനാണ് നമ്മൾ ഭയക്കേണ്ടത്? ആ കുട്ടികളുടെ ഓരോരുത്തരുടെയും കണ്ണീരിന്, അവരയച്ച സന്ദേശങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കണ്ടതാണ്, കേട്ടതാണ്, വായിച്ചതാണ്. ആ സന്ദേശങ്ങൾക്ക് നമ്മൾ വില പറയണ്ടേ? ആ കണ്ണീരിനുള്ള വില നമ്മൾ അറിയണ്ടേ? ഈ കൃഷ്ണപ്രിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഒരു കാമാന്ധൻ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സമയത്ത് കൃഷ്ണപ്രിയയുടെ അച്ഛൻ ഒരു തോക്കെടുത്ത് ആ ബലാത്സംഗ വീരനെ കൊന്ന കേരളമാണിത്. പിതൃതുല്യം എന്ന് പറയുമ്പോ നിയമം കയ്യിലെടുത്തവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കാറില്ല. പകരം ഇങ്ങനെ ഒരു മാതൃക സ്വന്തം മകൾക്ക് അനുഭവിക്കേണ്ടി വന്ന അതിദാരുണമായ സംഭവത്തിന് സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പിതൃതുല്യമല്ല പിതാവിന്റെ സ്ഥാനം തന്നെ ഏറ്റെടുത്തുകൊണ്ട് ആ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ചെയ്ത അതേ കേരളത്തിൽ തന്നെയാണ് മറ്റൊരാൾ പിതാവിന്റെ സ്ഥാനം അലങ്കരിച്ചുകൊണ്ട് പിതൃതുല്യ സ്ഥാനത്ത് നിന്നുകൊണ്ട് സ്വന്തം സംഘടനയിലെ, യുവജന സംഘടനയിലെ, വിദ്യാർത്ഥി സംഘടനയിലെ പെൺകുട്ടികളുടെ മാനത്തിന് വില പറഞ്ഞത് എന്നും, ആ മാനത്തിന് വില പറഞ്ഞ ആൾ നിർഭാഗ്യവശാൽ പറവൂരിന്റെ MLA ആയി പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന ആളാണ് എന്നും കേരള പൊതുസമൂഹം, പറവൂരിലെ ജനത ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കണം. അയാൾക്ക് ഇനി ഒരു പുനർജനി ഉണ്ടാകരുത്. അർത്ഥം മനസ്സിലായല്ലോ? അതാണല്ലോ തുറുപ്പിച്ചിട്ട്, ട്രംപ് കാർഡ് തുറുപ്പിച്ചിട്ട്. അതാണ് ഇവിടെ നേരത്തെ വന്നപ്പോ എന്നോട് സഖാക്കൾ സങ്കടം പറഞ്ഞു. ഡോക്ടറെ, 2011 ഞങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചതായിരുന്നു. 2016 ഞങ്ങൾ തോൽപ്പിക്കുമെന്ന് വക്കോളം എത്തി. 2021 നമ്മൾ വിചാരിച്ചൊരു സ്ഥാനാർത്ഥിയെ നമുക്ക് നിർത്താൻ പറ്റിയിരുന്നുവെങ്കിൽ തോൽപ്പിച്ച് കൈ കൊടുത്തേനെ എന്ന്. പറവൂരുകാരെ,
വിഷമിക്കണ്ട. വീഴ്ചയുടെ ആഘാതം കൂടുന്ന വീഴ്ചയാണ് ഏറ്റവും വലിയ ആസ്വാദനത്തിനുള്ള വക തരുന്നത് എങ്കിൽ 2026 തന്റെ നിയമസഭാ സാമാജികത്വത്തിന്റെ സിൽവർ ജൂബിലി 25 വർഷം കെങ്കേമമായി കൊണ്ടാടിക്കൊണ്ട് 5 തവണ പറവൂരുകാരെ പറഞ്ഞു പറ്റിച്ചതിന്റെ ഊറ്റം കൊണ്ടുകൊണ്ട് 6ാമത്തെ തവണ ഒരു പക്ഷേ 71 സീറ്റിലേക്ക് UDF-നെ കേരളത്തിലെ ജനത വോട്ടിനിട്ട് ജയിപ്പിച്ചാൽ എന്ന് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്ന, അങ്ങനെ ജയിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ, അതിലേക്ക് അരിയിട്ട് വാഴിക്കാൻ എന്റെ പാർട്ടിയിലെ വിഡ്ഢിക്കൂശ്മാണ്ഡങ്ങൾ എത്ര തന്നെ കൊണ്ടാലും കൊടുത്താലും പഠിക്കാത്ത കഴുതകൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. കോൺഗ്രസ്സുകാരന്റെ വില VD സതീശന്റെ നിഘണ്ടുവിൽ കഴുതകൾ എന്ന് തന്നെയാണ്. ആ കഴുതകൾ ഉള്ളിടത്തോളം കാലം ഞാൻ ഒരു പക്ഷേ മുഖ്യമന്ത്രി ആയേക്കാം എന്നും പറഞ്ഞ് 2026 6ാമതും പറവൂരിന്റെ നിയമസഭാ സാമാജികനാകാൻ വരുമ്പോ നിങ്ങൾ കൊടുക്കുന്ന ആ ഷോക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടല്ലോ, ഒരിക്കലും മറക്കാത്ത വിധം പറവൂരിന്റെ മണ്ണിൽ തന്നെ VD സതീശനെ കുഴിച്ചു മൂടാൻ, ജനാധിപത്യപരമായി തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന ആ അസുലഭ അവസരത്തെ ഓർമ്മയിൽ താലോലിച്ചുകൊണ്ടായിരിക്കണം ഇനിയുള്ള ഓരോ ദിവസവും, ഓരോ രാത്രിയും പകലും ഇടതുപക്ഷ പ്രവർത്തകനും നിഷ്പക്ഷരായിട്ടുള്ള പറവൂരിലെ ജനതയും ഈ MLA-യുടെ പ്രവർത്തനത്തെ വിലയിരുത്തേണ്ടത്. അങ്ങനെ തന്നെ തോൽപ്പിച്ച് കയ്യിൽ കൊടുക്കണം, ജയിച്ച് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി. ഇനി അതിന്റെ കഥ പറയാനാണെങ്കിൽ വീണ്ടും സമയം പോകും. കാരണം ഇവിടെ നമ്മുടെ ഏരിയ സെക്രട്ടറി തന്നെ 7:30 ചർച്ചയ്ക്ക് സമയം കൊടുത്തു, ചാനൽ ചർച്ചയ്ക്ക്. ഒഴിവാക്കാൻ വേണ്ടിയായിരുന്നു ഏരിയ സെക്രട്ടറിയോട് ഞാൻ പറഞ്ഞത്. കാരണം ഇവിടെ പ്രസംഗിക്കുമ്പോൾ കുറച്ച് സമയം വേണമെന്നുള്ളത് കൊണ്ട്. പക്ഷെ 7:30 വേറൊരു ചാനൽ പ്രസംഗിക്കണം. എന്നേക്കാൾ നന്നായി പ്രസംഗിക്കാൻ കഴിയുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. പ്രാദേശിക രാഷ്ട്രീയത്തിന്റെ അർത്ഥം എന്ത് എന്ന് നിങ്ങളിലേക്ക് കൃത്യമായി പറഞ്ഞു തരാൻ കഴിയുന്നവർ. ഞാൻ 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കും. എനിക്ക് പറയാനുള്ളതും നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കേണ്ടതുമായ കാര്യം വളരെ ലളിതമാണ്. നമ്മുടെ ധാരണകൾക്കനുസരിച്ച് ചിലത് സംഭവിച്ചാൽ മാത്രമല്ലേ ഇതിനൊക്കെ ഉത്തരം കിട്ടുള്ളൂ എന്നുള്ള ചോദ്യത്തിനെയാണ് 2 തരത്തിൽ ഞാൻ അങ്ങനെ തന്നെ വേണമെന്ന നിർബന്ധം നമുക്ക് വേണ്ട എന്ന് വെക്കാൻ നിങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ശ്രീ VD സതീശൻ പറവൂരിന്റെ MLA ആയി ഇനി ഇങ്ങോട്ടേക്ക് വരും, പല ഉദ്ഘാടനങ്ങളിലേക്ക് വരും. പലപ്പോഴായി നമ്മുടെ പെൺകുട്ടികൾക്ക്, നമ്മുടെ വിദ്യാർത്ഥിനികൾക്ക്, വീട്ടമ്മമാർക്കൊക്കെ സമ്മാനം നൽകും അല്ലേ? ഉദാഹരണത്തിന് 2 ആഴ്ച മുന്നേ മദ്രാസിൽ ഒരു ബിരുദദാന ചടങ്ങ് നടക്കുകയാണ്. PhD ആണ് കിട്ടി, ഡോക്ടറേറ്റ് പഠിച്ച് ഡോക്ടറേറ്റ് കിട്ടി. അപ്പോ ഗവർണറാണല്ലോ ചാൻസലർ, ഗവർണറാണ് അത് കൈമാറേണ്ടത്. അഭിമാനബോധമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുന്ന സംഘപരിവാരത്തിന്റെ ഏജന്റുമാരായി കേരളത്തിലെ ഗവർണറും തമിഴ്നാട്ടിലെ ഗവർണറും ഒക്കെ അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ വിവിധ കഥകൾ വരികയാണ്. തമിഴ്നാട്ടിലെ ഗവർണർ ഒരു പടി കൂടി കടന്നാണ്. ആ ഗവർണർ ആ ബിരുദവും കയ്യിൽ വെച്ച് ആ കുട്ടിക്ക് കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആ കുട്ടി ഒരു സമീപനം എടുത്തു. തന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ സൗകര്യമില്ല. അപ്പുറത്ത് നിൽക്കുന്ന, കൂടെ നിൽക്കുന്ന തന്റെ പ്രൊഫസറുടെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങാനേ എനിക്ക് മനസ്സുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നടക്കുന്ന ഓരോ പൊതുപരിപാടിയിലും VD സതീശന്റെ വില എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറാകണമെന്നുള്ള രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. അയാൾ വരുന്ന ചടങ്ങിൽ അയാളിൽ നിന്ന് സമ്മാനം വാങ്ങാൻ നമ്മുടെ പെൺകുട്ടികൾ നാണിക്കണം, നമ്മുടെ വീട്ടമ്മമാർ പുറകിലേക്ക് വലിയണം. മനസ്സില്ലടോ തന്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങാൻ എന്ന് പറയണം. കാരണം താൻ ചെയ്തു കൂട്ടിയത്, താൻ കൂട്ടുനിന്നത് എന്തൊക്കെയാണ് എന്ന് ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള വ്യത്യസ്തങ്ങളായ സമരങ്ങൾ പറവൂരിന്റെ മണ്ണിനെ ഇളക്കി മറിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്. കണ്ട പോലെ, ചെയ്ത പോലെ, ശീലിച്ച പോലെ പോയാൽ അയാൾ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടും. അയാൾ കാണാത്ത പ്രതിഷേധം ഉണ്ടാകണം, അയാൾ അറിയാത്ത ചൂട് തട്ടണം. അങ്ങനെയാകുമ്പോഴാണ് പഠിക്കുക. ജനാധിപത്യത്തിൽ ജനത്തിന്റെ വില എന്താണെന്ന് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബാക്കി 8 മാസക്കാലം കൃത്യമായി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയണം. അവിടെയാണ് എന്താണ് ജനാധിപത്യത്തിൽ കഴുതകൾ എന്ന് വിചാരിച്ച് സ്വന്തം പ്രവർത്തകരെ, പാർട്ടിയിലെ പ്രവർത്തകരെ കാണുന്നത് പോലെ തന്നെ പൊതുജനങ്ങളെയും കണ്ടു തുടങ്ങി. അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ വോട്ട് എത്ര കിട്ടുമെന്നും സീറ്റ് എത്ര കിട്ടുമെന്നും ഒക്കെ പ്രതീക്ഷിച്ച് അടുത്ത മന്ത്രിസഭയിൽ മുഖ്യമന്ത്രി കുപ്പായവും തുന്നിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം. ആ ആളെ തന്നെ നിങ്ങൾ വിചാരണ ചെയ്യണം. നിങ്ങൾ തടയാനൊന്നും പോണ്ട. പരിപാടികളിൽ നിങ്ങൾ കൂട്ടമായി ചെന്ന് പങ്കെടുത്ത് ആളുടെ വില എന്താണെന്ന് തെളിയിച്ച് കാണിച്ചു കൊടുക്കുക. ബഹിഷ്കരണത്തിന്റെ രീതികൾ എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. ആ രീതിയിലേക്ക് ജനാധിപത്യത്തിന്റെ പുതിയ സമരമുഖം തുറക്കാൻ, നേരത്തെ പറഞ്ഞ പോലെ എന്റെ കയ്യിലേക്ക് എഴുതപ്പെട്ട പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? പോലീസിന്റെ അടുത്തേക്ക് ഇവരാരും ഇതുവരെ പരാതിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ എന്നല്ലേ പറഞ്ഞത്? അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ
ഞങ്ങൾക്ക് തന്നോട് പരാതിയൊന്നുമില്ല, പക്ഷെ ഇതങ്ങ് അനുഭവിച്ചോ എന്ന് പറയുന്ന രീതിയിലേക്ക് ഓരോ ദിവസവും എന്തിന് ഞാൻ ഈ പറവൂരിന്റെ MLA ആയി തുടരണം, എന്തിന് ഞാൻ ഈ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കണമെന്ന് മനസാക്ഷി കുത്തുണ്ടോ എന്ന് ചോദിച്ചാൽ മനസാക്ഷി ഉണ്ടെങ്കിലല്ലേ ഈ മനസാക്ഷിയിൽ കുത്തുണ്ടാവും. അപ്പൊ അതിനുള്ള സാധ്യതകളൊക്കെ വളരെ കുറവാണ്. എങ്കിൽ പോലും പൊതുസമൂഹം വിലയിരുത്തുന്നതിന്റെ രീതിയിലേക്ക് അത് വിലയിരുത്തപ്പെടും എന്നുള്ളത് അറിയാം. ആ രീതിയിലേക്ക് മനസാക്ഷി കുത്തില്ലെങ്കിലും ആ പാർട്ടിയിൽ പിന്നിൽ നിന്ന് കുത്തു കിട്ടും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വീഴ്ത്താൻ ആഗ്രഹിച്ച് നിൽക്കുന്നവർ അവിടെ വിരിച്ച വലയുണ്ട്. ആ വലയിലേക്ക് വീഴാൻ മാത്രമായിരിക്കും ഇനി ഒരു പക്ഷേ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിൽ നിന്ന് ആ മനുഷ്യന് ഇനി അവസാനത്തെ നിയോഗം. ആ നിയോഗം നല്ല അസലായിട്ട് വെടിപ്പായിട്ട് നിങ്ങളങ്ങ് കാണിച്ചു കൊടുക്കുക, നിങ്ങളത് നിവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. ആ രീതിയിലേക്കുള്ള ബഹിഷ്കരണങ്ങളും സമരങ്ങളും ഒക്കെയായി പറവൂരിന്റെ ജനതയുടെ സമരമുഖങ്ങളും സമരമാർഗങ്ങളും മാറണം. അങ്ങനെ പാലക്കാടിന്റെ MLA രാജിവെച്ചൊഴിയുന്ന ദിവസം, പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് VD സതീശൻ രാജിവെച്ചൊഴിയുന്ന ദിവസം, ആ ദിവസത്തിന് വേണ്ടി ഈ നാടിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ നമുക്കുള്ള ആ തീരുമാനങ്ങളിൽ അതിന്റെ രീതികളിലൊക്കെയുള്ള വിശ്വാസത്തെ എങ്ങനെയൊക്കെ നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ, രണ്ടും ചേരുന്ന രീതിയിലുള്ള സമരങ്ങളായിരിക്കണം നമ്മൾ അവലംബിക്കേണ്ടത്. 2-3 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. നേരിട്ടുള്ള പരാതികളല്ലാത്തതുകൊണ്ട് അതിന്റെ നിയമമാർഗങ്ങളിൽ എങ്ങനെയാണ് എന്നുള്ളത് തീരുമാനങ്ങൾ വരും. നേരിട്ടുള്ള പരാതികളും ലഭിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതിലും ഒരു തർക്കവുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആ പരാതി ഇല്ലാതെ തന്നെ ഇവരെയൊക്കെ ഇവർ അള്ളിപ്പിടിച്ചിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വലിച്ചിറക്കാൻ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്ന് തെളിയിക്കുന്ന പുതിയ സമരമാർഗങ്ങളിലേക്ക് പറവൂരിന്റെ ജനത ഈ വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ നിങ്ങളുടെ ജനാധിപത്യ ബോധം എടുത്തു കാണിക്കുന്ന വിധമുള്ള പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമായിട്ട് ഈ മനുഷ്യനെ പറവൂരിന്റെ മണ്ണിൽ ബഹിഷ്കരിക്കുന്നതിന്റെ പുതിയ രീതികളിലേക്ക് നിങ്ങൾ എത്തുമെന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ദീർഘമായിട്ട് ഇനി സംസാരിച്ചു പോകുന്നില്ല. ഈ കഥാപാത്രങ്ങൾ നടത്തിയ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകൾ, അത് ഇതുവരെ പുറത്തു വന്നതിനും അപ്പുറമുള്ള കാര്യങ്ങൾ, അതിലേക്ക് ഓരോന്നിലേക്കുമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലും കേരള രാഷ്ട്രീയം വീഴുമ്പോ അവിടെ നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള അന്തസ്സുള്ള രാഷ്ട്രീയ പ്രവർത്തനം തന്നെ കാണിച്ചു കൊടുക്കണം. ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ രീതികളിലൂടെ റിനിയെ ഇങ്ങനെ തേജോവധം ചെയ്യുന്നതാണ് കോൺഗ്രസ്സുകാരന്റെ രീതി എന്ന് പറവൂരിലെ ജനത തിരിച്ചറിയുകയാണ്. റിനി അതിന് വിധേയയാകേണ്ടി വന്നു എന്നുള്ളതാണ് നമ്മളുടെ ദുഃഖം. റിനി തിരിച്ചറിയണം, സ്വന്തം പ്രസ്ഥാനം, താൻ വിശ്വസിച്ച ആളുകൾ തന്നെ സാമൂഹിക മാധ്യമങ്ങളിലും മൈക്കിന് മുന്നിലും ഒക്കെ വിളിച്ചു പറയുന്നത് എന്താണെന്ന്. കാരണം ഈ കച്ചവടം പൊളിയുമ്പോ അധികാരത്തിലേക്ക് എത്താനുള്ള വഴി ഒരുപക്ഷെ തിരുത്തലിൻ്റെതായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടത്തിവിടാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിക്ക് അത് നിഷേധിക്കുമ്പോ, ആ പെൺകുട്ടിയെ താറടിച്ച് കാണിക്കുമ്പോ അവരാണ് കുറ്റക്കാരി എന്ന് വിലയിരുത്തുന്നതിലേക്കൊക്കെ പറവൂരിന്റെ ജനതയുടെ മാനസികാവസ്ഥയെ തരം താഴ്ത്തുമ്പോ ആ റിനി തന്നെയായിരിക്കണം, കോൺഗ്രസിനെ സ്നേഹിച്ച റിനി തന്നെയായിരിക്കണം VD സതീശന്റെ ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയടിക്കേണ്ടത് എന്നുള്ളതാണ് രാഷ്ട്രീയ ബോധ്യത്തോടെ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന, VD സതീശന് വോട്ട് ചെയ്യുന്ന ഇവിടുത്തെ വോട്ടർമാരിലേക്ക് നമുക്ക് എത്തിക്കാനുള്ള സന്ദേശം എന്നുള്ളതാണ് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ആ സന്ദേശമായിരിക്കണം നമ്മളുടെ പ്രവർത്തികളിൽ തെളിഞ്ഞു വരേണ്ടത്. രാഷ്ട്രീയത്തിന്റെ മൂല്യബോധത്തിൽ നിന്നുകൊണ്ട് ഇടതുപക്ഷം തീർക്കുന്ന ഈ രാഷ്ട്രീയ പ്രതിരോധത്തിൽ ഇവരൊക്കെ വീണ് തകരുന്നതും കേരള രാഷ്ട്രീയത്തിൽ 2026 സ്വപ്നം കണ്ടു നടക്കുന്ന മനുഷ്യരുടെ മുന്നിലേക്ക് കേരളത്തിന്റെ സ്വപ്നം പൂവണിയണമെങ്കിൽ ആര് വീണ്ടും അധികാരത്തിലേറണമെന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങളും ഒക്കെ വരുന്ന ദിവസങ്ങളിൽ പറവൂരടക്കം എറണാകുളത്തെ അടക്കം ഓരോ ജനാധിപത്യ വിശ്വാസിയും മതേതര വിശ്വാസിയും കളങ്കമില്ലാതെ ചിന്തിച്ച് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ ഇത്തരം സംഭവവികാസങ്ങളിലൂടെ സാധിക്കണം എന്നുള്ളതും അത് തന്നെയാണ് ഈ സംഭവ പരമ്പരകളുടെ കേരള രാഷ്ട്രീയത്തിലെ പ്രസക്തി എന്നുള്ളതും വരും കാലം അടയാളപ്പെടുത്തും. അതിലൊരു തർക്കവുമില്ല എന്നുള്ളത് നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഇനിയും പ്രസംഗിക്കാൻ ഇവിടേക്ക് വരേണ്ടി വരും. കാരണം വ്യത്യസ്തങ്ങളായ കഥകൾ വരും, നമ്മൾക്ക് കേട്ട് ശീലമില്ലാത്ത കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടേണ്ടി വരും. അപ്പോഴൊക്കെ നിങ്ങളെ കാണാൻ കൂടുതൽ വലിയ ആളുകളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന വിധം നമ്മളുടെ ഈ വിഷയത്തിലുള്ള നമ്മളുടെ ഉത്തരവാദിത്വ ബോധം നമ്മൾ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയത്തിന്റെ പരിമിതി കൊണ്ട് ഔപചാരികമായിട്ട് ഈ പ്രതിഷേധ സംഗമം ഇവിടുത്തെ മഹിളാ അസോസിയേഷനും DYFIയും ഈ 2 പ്രസ്ഥാനങ്ങളും ചേർന്ന് നടത്തുന്ന ആദ്യത്തെ വലിയ രീതിയിലുള്ള പ്രതിഷേധ സംഗമം ഇവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.